ചെസ് ബോർഡിലേക്ക് നിങ്ങൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെസ് ബോർഡ് ഉണ്ട്, അതിനകത്ത് 16 പീസസ് വൈറ്റ് ഉണ്ടാവും, 16 പീസസ് ബ്ലാക്ക് ഉണ്ടാവും. ആ നീക്കങ്ങൾ ഓരോന്നിനും ഓരോ നീക്കങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതയാണ്. അപ്പം നമുക്ക് വേണ്ടി ആ ഇനിഷ്യൽ സ്റ്റേജിൽ നീക്കങ്ങൾക്ക് താല്പര്യം എടുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ കരുക്കൾ നീക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റി, നമ്മളല്ല, സൊസൈറ്റി, അവർ ഫാമിലി, പൊളിറ്റിക്സ് ആൻഡ് റിലിജൻ എലോങ് വിത്ത് എഡ്യൂക്കേഷൻ ഓൾസോ. അപ്പം ഇങ്ങനെ പറയുന്ന പല ഫാക്ടേഴ്സാണ് നമ്മുടേതെന്ന് പറഞ്ഞുകൊണ്ട് ആ നീക്കങ്ങൾ നീക്കുന്നത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞു, ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇതേ ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ ഓപ്പോസിഷനിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എതിരാളിയായി നിന്നുകൊണ്ട് അതേ ഗെയിമിൻ്റെ ഭാഗമാകുന്നത്. അപ്പം നമ്മുടെ റോൾ എന്താ? വി ഡോണ്ട് ഹാവ് എനി റോൾ. കൂടുതലായിട്ട് നമ്മുടെ ലൈഫിലേക്കുള്ള എന്താണ് നമ്മുടെ ജീവിതം എന്ന് വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരവാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നതും നമുക്കെതിരെ കരുക്കൾ നിൽക്കുന്നതും ഒരേ വ്യക്തികൾ തന്നെയാണ്. അതായത് നമ്മൾ മലയാളികളിൽ 96% ആളുകൾ ഇപ്പോഴും ആ പറയുന്ന ആ ചെസ് ബോർഡിലെ ആ കളിക്കളത്തിൽ പെട്ടുകിടക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ നമുക്കുള്ള എല്ലാ സോഴ്സസും നമുക്കിവിടെ അവൈലബിൾ ആണ്, വി ആർ ലിവിങ് എ ബെറ്റർ ലൈഫ് എന്നുള്ളതാണ്. പക്ഷേ മുമ്പ് ഞാൻ ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. അതായത് നമുക്ക് വേണ്ടി ആരാണോ ആ കരുക്കൾ നീക്കുന്നത് അതേ ആളുകൾ തന്നെയാണ് നമ്മുടെ എതിരാളികൾക്ക് വേണ്ടിയും അല്ലെ എതിരാളിക്ക് വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നത്.